മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. തന്റെ ജീവന്റെ പാതിയായ താൻ ഏറെയധികം സ്നേഹിക്കുന്ന അലീന ആ പടിയിറങ്ങാൻ പോകുന്നു എന്ന സത്യം അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവളെ സുരക്ഷിതമായ ഒരു സ്ഥലത്തെ ഏൽപ്പിക്കണം. അതാണ് ഇപ്പോൾ തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. പക്ഷേ ആ സുരക്ഷിതമായ സ്ഥലം അവളുടെ സ്വന്തം അച്ഛനായ സ്റ്റാൻലിയുടെ വീടാണ് എന്ന സത്യം അലീനയോട് പറയാൻ ബാലചന്ദ്രൻ ഇതുവരെ ധൈര്യം വരുന്നില്ല. സ്റ്റാൻലി അവളെ എങ്ങനെ സ്വീകരിക്കുമെന്നതിനെക്കുറിച്ച് അയാൾക്ക് ഇപ്പോഴും വലിയ ആശങ്കയുണ്ട്. പഴയ കാമുകിയിലുണ്ടായ മകളാണ്. അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അയാൾക്ക് കഴിയുമോ? അയാളുടെ ആ സംസാരത്തിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു വലിയ താല്പര്യമൊന്നും ബാലചന്ദ്രന് തോന്നിയിരുന്നില്ല. എങ്കിലും ഒരു അച്ഛന്റെ കടമ താൻ ചെയ്യണം. അപ്പോഴാണ് അലീന അങ്ങോട്ടേക്ക് വന്നത്. അവളുടെ മുഖത്ത് വല്ലാത്ത ശാന്തതയുണ്ടായിരുന്നു. എല്ലാം അംഗീകരിക്കാൻ തയ്യാറായ മനസ്സോടുകൂടെ അവൾ ബാലചന്ദ്രന്റെ അടുത്തേക്ക് നടന്നു വന്നു. അച്ഛാ, അവൾ ബാലചന്ദ്രനെ നോക്കി. അച്ഛൻ എന്നെ കൊണ്ടുവിടുന്ന ആ സ്ഥലം അത് എവിടെയാണെന്നൊക്കെ എനിക്കറിയാം. അച്ഛൻ എനിക്ക് ഏറ്റവും നല്ല സേഫായിട്ടുള്ളടമേ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്ന്. പിന്നെ അവർക്കിഷ്ടമില്ലാത്ത എന്നെ അവിടെ നിർത്താനൊന്നും നോക്കരുത്. അച്ഛൻ നിർബന്ധിച്ച് എന്നെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേലക്കാരെ ആവശ്യമില്ലെങ്കിൽ വീണ്ടും എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോവേണ്ടി വരില്ലേ? അലീനയുടെ ശബ്ദം വളരെ പതുക്കെയായിരുന്നു. പക്ഷേ അതിലൊരു ഉറപ്പുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ഒരു നെടുവീർപ്പോടു കൂടെ അവളെ നോക്കി. അങ്ങനെ നിർബന്ധിച്ചൊന്നും ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് വിടില്ല അലീന. ഏതായാലും നിനക്ക് ഏറ്റവും പറ്റിയ സ്ഥലമാണത്. നീ അവിടെ സുരക്ഷിതയായിരിക്കും. നീ എത്തേണ്ട സ്ഥലം തന്നെയാ അത്. അതുമാത്രം നീ ഇപ്പം അറിഞ്ഞാൽ മതി. അലീനയുടെ ചുണ്ടിൽ നേരിയൊരു ചിരി വിടർന്നു. അല്ലച്ചാ, ഞാൻ ഈ കാര്യം അവിടെ എല്ലാവരോടും പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം എല്ലാവർക്കും. ബബിതക്കും കൃഷ്ണമോൾക്കും രോഹിത്തിനൊക്കെ ഭയങ്കര വിഷമമാണ് ഞാൻ ഇവിടെ നിന്നും പോകുന്നതിൽ. ബാലചന്ദ്രൻ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവർക്ക് മാത്രമല്ലല്ലോ മോളെ, നിന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് വിഷമം തന്നെയല്ലേ? സത്യം പറഞ്ഞാൽ നിന്നെ എവിടെ നിന്നും വിടാൻ എനിക്കൊരു തരി പോലും മനസ്സിലാലീന. എനിക്ക് നിന്നോട് അത്രമാത്രം സ്നേഹമുണ്ട്. പക്ഷേ നീ ഇങ്ങനെ ഒറ്റക്കാലിൽ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലേ? അതും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അങ്ങ് പറത്തിവിടുക. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് നിർത്തിയാൽ പോരെ? അത് കേട്ടപ്പോൾ അലീനയുടെ മുഖത്ത് ചിരി മാഞ്ഞു. അവൾ വളരെ സ്നേഹത്തോടെ ബാലചന്ദ്രന്റെ കൈകൾ പിടിച്ചു. അത് പിന്നെ അച്ഛാ, ഞാൻ ഇതിന് എന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് പോയേ പറ്റൂ. അതിപ്പോ ഈ ഒരു കാര്യകാരണ സഹിതം എനിക്ക് അച്ഛൻ്റെ മുന്നിൽ ബോധിപ്പിക്കാം. പക്ഷേ അത് ഞാൻ ബോധിപ്പിച്ചാലും അച്ഛൻ അതൊന്നും മനസ്സിലാവില്ല. ബാലചന്ദ്രൻ കുറച്ചു നേരം മൗനമായി നിന്നു. പിന്നെ വേദനയോട് ചോദിച്ചു, ഈ അച്ഛന് ഒന്നും മനസ്സിലാകില്ലല്ലോ അലീന? ഈ അച്ഛനെ എല്ലാവർക്കും പൊട്ടം കളിപ്പിക്കുക അതല്ലായിരുന്നോ എല്ലാവരുടെയും ലക്ഷ്യം? ചതിക്കുക അല്ലായിരുന്നോ? വഞ്ചിക്കുക അല്ലായിരുന്നോ? ഇപ്പോ അതിന്റെ കൂടെ നീയും കൂടി എന്നെ ചതിക്കാനും വഞ്ചിക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കുവാണോ? അലീന നെട്ടലോടുകൂടെ തന്നെ നോക്കി. അച്ഛാ, പിന്നല്ലാതെ നീ എവിടെ നിന്നും പോയി കഴിഞ്ഞാൽ എന്റെ സമാധാനം അങ്ങ് നഷ്ടപ്പെടില്ലേ മോളെ? എന്റെ സമാധാനത്തിലുപരി നിനക്ക് ജന്മം തന്ന ആ സ്ത്രീയുടെ സമാധാനം ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. ബാലചന്ദ്രന്റെ ശബ്ദമിടറുന്നുണ്ടായിരുന്നു. അലീനയുടെ കണ്ണുകളിലും കണ്ണുനീർ തിളങ്ങി. അച്ഛാ, അച്ഛൻ ഇനി അതേക്കുറിച്ചൊന്നും എന്നോട് പറയരുത്. കാരണം ഞാൻ പോവാൻ തീരുമാനിച്ചു തന്നെയാ. അതിനിപ്പോ എന്തൊക്കെ ആരൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ പോവുക തന്നെ ചെയ്യും. ഞാൻ ഇവിടെ നിന്നും വന്നത് എന്തിനാ? എന്റെ അമ്മയെ ഒരു നോക്ക് കാണണം. അമ്മയുടെ അടുത്തൊന്ന് ഇരിക്കണം. അമ്മ എന്നോട് സംസാരിക്കണം. അമ്മയുടെ കൈകൾ എന്നെ പുണരണം. ഇതൊക്കെ ആഗ്രഹിച്ചിട്ടല്ലേ ഞാനിങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ടിപ്പോ എന്തൊക്കെയാ എനിക്ക് കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. അവൾ കണ്ണുനീര് തുടച്ചുകൊണ്ട് തുടർന്നു. പക്ഷേ ഒന്നും കിട്ടിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എനിക്ക് സ്നേഹനിധിയായ ഒരു അച്ഛനെ കിട്ടിയില്ലേ? എന്റെ സഹോദരങ്ങളെ കിട്ടിയില്ലേ? മനുവേട്ടനെ കിട്ടിയില്ലേ? മുത്തശ്ശി. അതൊക്കെ മതി എനിക്ക്. അതൊക്കെ മാത്രം മതി എനിക്ക്. ഇനിയിപ്പോ എന്റെ ഓർമ്മയിൽ ഞാൻ ഇവിടെ തന്നെ വന്നതുകൊണ്ട് ആ ഒരു ഉപകാരമെങ്കിലും ഉണ്ടായല്ലോ. അത് മാത്രം മതി എനിക്കച്ഛാ. ഏതായാലും അച്ഛനും അമ്മയും എന്റെ സഹോദരങ്ങളൊക്കെ സുഖമായിട്ട് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അച്ഛൻ്റെ ഇഷ്ടം എന്താണോ അച്ഛൻ അത് ചെയ്താൽ മതി. ഇത്രയും പറഞ്ഞ് തന്റെ കയ്യിലുണ്ടായിരുന്ന കോഫി കപ്പുമായി അലീന പെട്ടെന്ന് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അവളുടെ കണ്ണുനീർ അച്ഛൻ കാണരുത് എന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. താഴേക്ക് വന്ന അലീന തന്റെ മുറിയിലേക്ക് കിടക്കുമ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. മനുവേട്ടനെ വിളിച്ചത്. അവളുടെ നെഞ്ചെടുപ്പ് കൂടി. ഫോൺ എടുക്കാൻ അവൾക്ക് വല്ലാത്ത ഒരു മടിയുണ്ടായിരുന്നു. എങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്തു. മറുതലക്കൽ മനുവിന്റെ ശബ്ദത്തിൽ വല്ലാത്ത പരിഭ്രമവും സങ്കടവും ഉണ്ടായിരുന്നു. അലീന, നീ എന്നെ ഒഴിവാക്കുകയാണോ? അങ്കിൾ പോയിട്ട് വന്നോ? എവിടെയാ പോയത്? എന്തിനാ പോയത്? നിങ്ങളിപ്പോൾ രേവതിക്കുട്ടിയുടെ അടുത്ത് നിന്ന് എപ്പോഴാണ് എത്തിയത്? ചോദ്യങ്ങൾ അങ്ങനെ തുടരെ വന്നുകൊണ്ടിരുന്നു. അലീന ഒരു നിശ്വാസം വിട്ടു. മനുവേട്ട, അച്ഛൻ പോയത് വേറെ എങ്ങോട്ടേക്കുമല്ല. എനിക്കൊരു ജോലി സെറ്റാക്കാൻ വേണ്ടിയാ പോയത്. അച്ഛൻ എവിടെ നിന്ന് പോയത് അതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച തന്നെ എനിക്ക് ഇവിടെ നിന്നും പോവാം. ചിലപ്പോൾ ഞാൻ 2-3 ദിവസം കൂടി ഇവിടെ കാണത്തുള്ളൂ. അതിനുള്ളിൽ എനിക്ക് അങ്ങോട്ടേക്ക് പോവാൻ പറ്റും. ഇതേ സമയം മനു ഭയങ്കര നിശബ്ദതയിലായിരുന്നു. എന്നിട്ട് മനു ചോദിച്ചു, അപ്പോൾ നീ ഉറപ്പിച്ചോ ഇവിടെ നിന്ന് പോവാ എന്ന്? അത് പിന്നെ ഞാൻ ഇനി എന്തിനാ മനുവേട്ട ഇവിടെ നിൽക്കുന്നത്? ഞാൻ നേരത്തെയും പറയാറുള്ളതല്ലേ ഞാൻ പോവാണെന്ന്. ഞാൻ കാരണം ഇവിടെ ഇനിയൊരു പ്രശ്നമുണ്ടാവരുത്.
എനിക്ക് തീരെ അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. മനുവിന്റെ ശബ്ദം ഉയർന്നു. നീ വന്നിട്ട് ഇവിടെ ഇത്രയൊക്കെ പ്രശ്നമുണ്ടാക്കിയില്ലേ? അത് നീ കാരണമാണെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? ഇനി അവിടെ നിന്ന് പോയാലും പ്രശ്നങ്ങൾ ഇതിലും രൂക്ഷമാവത്തേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ബാലചന്ദ്രൻ അങ്കിൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തിനാ അലീന ഇവിടെ നിന്ന് നീ പോകുന്നത്? അലീനയുടെ ശബ്ദം കനത്തു. എനിക്ക് പോയേ പറ്റൂ, എനിക്ക് പോകണം. മനുവേട്ടൻ എത്ര നിർബന്ധിച്ചാലും, അച്ഛൻ എത്ര നിർബന്ധിച്ചാലും, ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പോയിരിക്കും. ഇനിയിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു ജോലി അത് കുഴപ്പമില്ലാത്തൊരു വീട്ടിലാണ്. വലിയ വീടാണെന്നൊക്കെയാ പറഞ്ഞത്. അവിടെ ഒത്തിരി ജോലിക്കാരുണ്ട്. എന്താണെങ്കിലും പണിയെടുത്ത് ജീവിക്കാനല്ലേ നമ്മളൊക്കെ ഈ ലോകത്തേക്ക് വന്നത്. ഏത് പണിയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ജീവിക്കും. എനിക്കിടാനുള്ള വസ്ത്രവും കഴിക്കാനുള്ള ആഹാരവും മാത്രം മതി എനിക്ക്. ബാക്കിയുള്ളതൊക്കെ അനാഥാലയങ്ങൾക്കും രോഗികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അനാഥയായി ജനിച്ചു വളർന്ന ഇനിയിപ്പോ നിങ്ങളൊക്കെ വിട്ടുപിരിഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ വല്ലാത്ത സങ്കടം തന്നെയാ. കാരണം എന്തോ വേണ്ടപ്പെട്ടൊരു സ്ഥലത്തേക്ക് വന്നതുപോലെയായിരുന്നല്ലോ എനിക്ക്. എന്നാലും എനിക്ക് പോയേ പറ്റൂ മനുവേട്ടാ. മനു വളരെ വേദനയോടുകൂടെ പറഞ്ഞു. നീ ഇപ്പോൾ എന്നിൽ നിന്നും ഒരുപാട് അകന്നു പോകുന്നത് പോലെ തോന്നുവാണ് എനിക്ക് അലീന. അലീനയുടെ തൊണ്ടയിടറി. അതൊക്കെ മനുവേട്ടന് തോന്നുന്നതാ. ഒരിക്കലും മനുവേട്ടനിൽ നിന്നോ അച്ഛനിൽ നിന്നോ അങ്ങനെയൊന്നും ഞാൻ അകന്നു പോവില്ല. അങ്ങനെ പോവാനൊന്നും എനിക്ക് പറ്റില്ല. എന്റെ കൺകണ്ട ദൈവങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയാ, എന്റെ കൺകണ്ട ദൈവങ്ങളിൽ ഒരാൾ തന്നെയാ മനുവേട്ടനും. മനുവേട്ടൻ കാരണമല്ലേ എനിക്ക് കൈദികൾ തറവാട്ടിലേക്ക് വരാൻ കഴിഞ്ഞത്. മനുവേട്ടനല്ലേ എന്നെ കൊണ്ടുവന്നത്. മനുവേട്ടൻ വിചാരിച്ചിരുന്നെങ്കിൽ ഏതോ ഒരു അനാഥാലയത്തിൽ കിടക്കുന്ന പെണ്ണിനെ ഞാൻ എന്തിനു വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ചിന്തിക്കാമായിരുന്നില്ലേ? പക്ഷേ മനുവേട്ടൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. എന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ലാസ്റ്റ് ഞാൻ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ എല്ലാം തന്നെ തിരിച്ചറിയുകയും ചെയ്തു. എന്നിട്ടും ഞാൻ എന്തു പറയണമെന്ന് എനിക്കറിയില്ല മനുവേട്ടാ. അറിയേണ്ട ഒരാൾ ഇതുവരെ ഈ ഒരു കാര്യം ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഏതായാലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് ഈ അമ്മയുടെ സ്നേഹം കിട്ടാനുള്ള യോഗമില്ലായിരിക്കും. പക്ഷേ വേണ്ടുവോളം എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്നേഹം കിട്ടുന്നുണ്ടല്ലോ. അച്ഛൻ എനിക്ക് വേണ്ടുവോളം സ്നേഹം തരുന്നുണ്ടല്ലോ. ഇനിയെങ്കിലും എനിക്ക് അച്ഛ എന്നൊന്ന് വിളിക്കണം. മനുവേട്ടനെ എനിക്ക് കാണാലോ, എൻ്റെ സഹോദരങ്ങളെ കാണാലോ. അതൊക്കെ മതി എനിക്ക്. മനുവേട്ട, ഞാൻ പോവാണെന്ന് ഓർത്തിട്ട് ഒരിക്കലും വിഷമിക്കാനൊന്നും പാടില്ല. മനു നിരാശയോട് ചോദിച്ചു. അതൊക്കെ സാധ്യമായിട്ടുള്ള കാര്യമാണോ അലീന? ഇത്രയും നാൾ ഇവിടെ നിന്ന് നീ തൊട്ടടുത്തുണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു. പെട്ടെന്ന് നീ കൈവിട്ടു പോവാണല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് വല്ലാത്ത ഫീലിങ്സ് ആണ്. വിഷമമൊന്നും വേണ്ട മനുവേട്ട. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോകുന്നതിന് മുൻപ് ഇങ്ങോട്ടേക്ക് ഇറങ്ങാം. എനിക്ക് മുത്തശ്ശിയൊന്ന് കാണണല്ലോ. പിന്നെ എനിക്ക് ജന്മം തന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ അവിടെ. പോകുന്നതിന് മുൻപ് ആ സ്ത്രീയെ കൂടെ എനിക്കൊന്ന് കാണണം. അത്രയും പറഞ്ഞ് അലീന ഫോൺ വെക്കാണ്. ഫോൺ കട്ട് ചെയ്തപ്പോൾ മനുവിന്റെ ഉള്ളിൽ ഒരു വലിയ ശൂന്യത അനുഭവപ്പെട്ടു. അവൻ ആകെ തളർന്നൊരവസ്ഥയിലായിരുന്നു. കൈതക്കൽ തറവാട്ടിലെ വിശാലമായ സ്വീകരണ മുറിയിൽ ശിവശങ്കരനും ഗംഗാധരനും എന്തോ ഗൗരവമായ ചർച്ചയിലാണ്. അപ്പോഴാണ് മുഖത്ത് വല്ലാത്ത ഭാവമായി മനു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മനു നേരെ അവിടെ വന്ന് അലീന പോവാൻ തീരുമാനിച്ചു എന്ന് പറയും. അവന്റെ ശബ്ദത്തിൽ രോഷവും സങ്കടവും കലർന്നിരുന്നു. എന്തായാലും നിങ്ങളുടെ പെങ്ങൾക്ക് ഇനി സുഖമായിരിക്കുമല്ലോ. അലീന പോവാണല്ലോ. ഇനിയിപ്പോ ആങ്ങളമാരും വിഷമിക്കൊന്നും വേണ്ട. കാരണം പെങ്ങളുടെ ജീവിതം തകരുമെന്നോർത്തുകൊണ്ട് ഇനി ഭയക്കേണ്ടതില്ലല്ലോ. പെങ്ങളെ കൊണ്ടുപോയി നേരെ അങ്ങോട്ടേക്ക് ആക്കിയാലോ? ശിവശങ്കരമേനോൻ നെറ്റിച്ചൊളിച്ചു. അല്ല, അലീന പോകുമെന്ന് നിന്നോടാരാ പറഞ്ഞത്? മനു പുച്ഛത്തോടെ ചിരിച്ചു. 2 ദിവസം മുൻപ് ഇവിടെ നിന്നും അങ്കിൾ പോയില്ലേ? അങ്കിൾ പോയത് അലീനയെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഏൽപ്പിക്കാനാണ്. ആ സ്ഥലത്തേക്ക് ചെന്നു. വലിയൊരു വീടാണൊക്കെ എന്നാ അലീന പറഞ്ഞത്. അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഏൽപ്പിക്കുന്നതിന് ഒരു താമസമേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ ഗംഗാധര മേനോനും ശിവശങ്കരന്റെയും മുഖം വിളറി. റിട്ടയർഡ് കേണലായ ഗംഗാധര മേനോന്റെ ബുദ്ധി പെട്ടെന്നങ്ങ് ഉയർന്ന് പ്രവർത്തിച്ചു. ബാലചന്ദ്രൻ അഡ്രസ് എല്ലാം വാങ്ങിച്ചു പോയത് വേറെ എങ്ങോട്ടേക്കുമല്ല, പുനലൂരിലേക്കാണ്. അവിടെ നിന്ന് കുളത്തുപുഴയിലെ സ്റ്റാൻലിയുടെ അടുത്തേക്കാണ് ബാലചന്ദ്രൻ പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അയാൾക്കൊരു നിമിഷം പോലും വേണ്ടി വന്നില്ല. മനു ഇത്രയും പറഞ്ഞ് അവരെ ഒന്ന് നോക്കിയിട്ട്, നിങ്ങൾക്ക് സമാധാനമായല്ലോ ഇപ്പോ? അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. മനു പോയി കഴിഞ്ഞപ്പോൾ ഗംഗാധര മേനോൻ ശിവശങ്കര മേനോനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, അല്ല ശിവ, ഈ സേഫായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ബാലചന്ദ്രൻ ഉദ്ദേശിക്കുന്നത് എവിടെയാന്ന് എനിക്കറിയോ? ശിവശങ്കര മേനോൻ ഭയത്തോടെ ചോദിച്ചു. എവിടെയാ ഗംഗേട്ടാ? വേറെ എവിടെയല്ല. അവളുടെ അച്ഛൻ സ്റ്റാൻലിയുടെ അടുത്തേക്ക് തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു മിക്കവാറും അയാൾ സ്റ്റാൻലിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവുമെന്നാ. സ്വന്തം അച്ഛനെ ഏൽപ്പിക്കാൻ വേണ്ടി തന്നെയാ സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോകുന്നതെന്ന് അയാൾ എന്നോട് പറഞ്ഞിരുന്നു. അത് സത്യം തന്നെയാ എനിക്ക് തോന്നുന്നത്. ശിവശങ്കര മേനോൻ തലയിൽ കൈവച്ചു. ഇനി എന്ത് ചെയ്യും ഗംഗേട്ടാ നമ്മളിനി? ഇനിയിപ്പോ സ്റ്റാൻലി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, അയാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈജ, അയ്യോ ആകപ്പാട് മൊത്തം കുളാവല്ലോ. ഇനിയിപ്പോ എന്താ ഗംഗേട്ടാ നമ്മൾ ചെയ്യേണ്ടത്? ഗംഗാധരൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. ഇനി എന്ത് ചെയ്യാനാ? വരുന്നതൊക്കെ വഴിക്ക് വെച്ചങ്ങ് കാണാം. അല്ലാതെ ഇതിനി വേറൊന്നും ചെയ്യാല്ല. നമുക്ക് സ്റ്റാൻലിയോട് ചെന്ന് പറയാൻ പറ്റുമോ ഇങ്ങോട്ടേക്ക് വരരുതെന്ന്? നമുക്ക് അലീനയോട് ചെന്ന് പറയാൻ പറ്റുമോ പോകരുതെന്ന്? ഇതൊന്നും നടപടിയുള്ള കാര്യമല്ല. മനു പറഞ്ഞതുപോലും സ്വന്തം അച്ഛനായ ബാലചന്ദ്രൻ പറഞ്ഞിട്ട് പോലും അലീന ഇവിടെ നിന്ന് പോകുമെന്ന ഉറച്ച തീരുമാനമെടുത്ത് നിൽക്കുകയാണെന്നാണ്. അതുപോലെ തന്നെ
അലീന അവിടെ നിന്നും പോവാതെ ആ വീട്ടിലേക്ക് കാല് കുത്തില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലും. ഇതിപ്പോ എന്തായി തീരുമെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും വരുന്നത് വരുന്ന വഴിക്ക് തന്നെ വെച്ച് കാണാം. യുദ്ധമാണെങ്കിലും സമാധാനമാണെങ്കിലും നമ്മൾ നേരിട്ടേ പറ്റൂ. അവരുടെ മനസ്സിൽ വരാനിരിക്കുന്ന വലിയ കൊടുങ്കാറ്റിന്റെ ഭയം പടർന്നു പിടിക്കുകയായിരുന്നു. രാത്രിയായപ്പോൾ വീടിനുള്ളിൽ വല്ലാത്ത നിശബ്ദത. ഊൺമേശയ്ക്ക് ചുറ്റും എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. അലീന എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ബബിതയും രോഹിത്തും കൃഷ്ണമോളും ബാലചന്ദ്രനും എല്ലാവരുടെയും മുന്നിൽ ആഹാരമുണ്ട്. പക്ഷേ ആർക്കും തന്നെ കഴിക്കാൻ തോന്നുന്നില്ല. അലീന പടിയിറങ്ങി പോകുന്നതിന്റെ സങ്കടമായിരുന്നു ആ ഒരു ഊൺമുറിയിലാകെ നിറഞ്ഞു നിൽക്കുന്നത്. ബാലചന്ദ്രൻ മൗനം ഭേദിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, അലീനയെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഏൽപ്പിക്കാനാണ് ഞാൻ പോകുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ 2 ദിവസം ഇവിടെ നിന്നും മാറി നിന്നത്. കൃഷ്ണമോൾക്ക് അത് കേട്ടപ്പോൾ സങ്കടം അടക്കാനായില്ല. അച്ഛാ, അതിപ്പോ നിർബന്ധമാണോ? അച്ഛൻ എന്തിനാ ഇങ്ങനൊരു സ്ഥലമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയത്? ബാലചന്ദ്രൻ നിസ്സഹായതയോടെ മകളെ നോക്കി. എനിക്കിവൾ പോകണമെന്ന് ഒരാഗ്രഹവുമില്ല മോളെ. ഞാൻ ഇവൾ പോവാൻ ആഗ്രഹിക്കുന്ന ഒരാളുമല്ല. ഇവൾക്ക് എന്തായാലും പോയേ പറ്റൂ. ഒരു ജോലി വേണമെന്നൊക്കെ പറഞ്ഞാൽ ഞാനല്ലാതെ വേറെ ആരാ മകളെ ഇങ്ങനെ ജോലി അന്വേഷിച്ചു കൊടുക്കേണ്ടത്? കൃഷ്ണമോളുടെ ചുണ്ടുകൾ കൂട്ടി കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു. എനിക്കറിയാം അലീന ചേച്ചി ഇവിടെ നിന്നും പോകുമെന്ന്. ഇവിടെ നിന്നും പോയിട്ട് പതുക്കെ പതുക്കെ ചേച്ചി ഞങ്ങളെയൊക്കെ അങ്ങ് മറക്കുകയും ചെയ്യും. അലീനയുടെ നെഞ്ചിലൊരു കൊളുത്തു വലിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. അവിടെ വെച്ച് കൃഷ്ണമോളുടെ അടുത്തേക്ക് വന്നു. അവളുടെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് തന്നെ അലീന ചോദിച്ചു, എന്താ മോളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതും കൃഷ്ണേ, നിനക്കെങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നു? നിങ്ങളൊക്കെ മറക്കാൻ എനിക്ക് പറ്റൂ. ഒരിക്കലും ഞാൻ ഇവിടെ നിന്നും ബന്ധം ഉപേക്ഷിച്ചു പോവുമൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കുണ്ടാക്കി പോകുന്നതോ ഒന്നുമല്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് വേറൊരു ജോലിക്ക് വേണ്ടിയിട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരില്ലേ? അന്നേരം ബബിത ഇടപെട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പിന്നെ അലീന ചേച്ചി ഇവിടെ നിന്ന് പോവും. അലീന ചേച്ചി അവിടെയുള്ളവരുമായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് പൊരുത്തപ്പെടും. പക്ഷേ ഞങ്ങൾക്ക് വേറെ ആരുമായിട്ട് അങ്ങനെ പൊരുത്തപ്പെടാനോ മറക്കാനോ ഒന്നും തന്നെ പറ്റില്ല ചേച്ചി. ചേച്ചി അവിടെ ചെല്ലും, പുതിയ ആളുകളെയൊക്കെ കാണും, പുതിയ കൂട്ടുകാരെയും കിട്ടും. പിന്നെ ചേച്ചിയൊന്നും ഞങ്ങളെ ഓർക്കുക പോലുമില്ല. അലീന സ്നേഹത്തോടെ ബബിതയുടെ തോളിലങ്ങ് പിടിച്ചു. എന്താ ബബിത നീ ഈ പറയുന്നത്? നിങ്ങളെ ഓർക്കില്ലെന്നോ? നിന്നെയും ഇവിടുത്തെ കൃഷ്ണമോളെ രോഹിത്തിനേക്ക് ഓർക്കാതെ ഞാൻ പിന്നെ ആരെയാ ഓർക്കേണ്ടത്? നിങ്ങൾ എന്റെ സഹോദരങ്ങളിലെ എന്റെ സ്വന്തം കൂടപ്പിറപ്പ് പോലെയല്ലേ. ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത്. അലീന ചേച്ചി ഒരിക്കലും നിങ്ങളെയൊന്നും വിട്ടു പോകില്ല. രോഹിത് ഒന്നും മിണ്ടാതെ തലകുനിച്ചിരിക്കുകയായിരുന്നു. അവന്റെ പ്ലേറ്റിലേക്ക് കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അലീനയുടെ ഉള്ളം ഒന്നുകൂടി വിങ്ങി. അവൾ എല്ലാവരെയും നോക്കി വളരെ പക്വതയോട് പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അച്ഛനിപ്പോ വല്ലാത്ത തകർന്നു നിൽക്കണേ. അപ്പോ നിങ്ങൾ അച്ഛനെ ചേർത്ത് പിടിക്കണം. ഞാൻ തന്നിരുന്നതെല്ലാം തന്നെ കേട്ട് അനുസരിച്ച് ഈ വീടൊക്കെ നോക്കണം. അച്ഛനെയും അമ്മയും ഒരുമിപ്പിക്കാനുള്ളൊക്കെ നോക്കുകയാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഞാൻ പോകുന്നതിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിരിക്കല്ല. അലീന എല്ലാവരെയും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ അവൾ എത്രത്തോളം സമാധാനിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ അവരുടെ ഹൃദയങ്ങളെ ഭാരം കൂടിക്കൂടി വന്നു. അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതൊക്കെ വരുത്തി തീർത്തുമ്പോൾ മാത്രമായിരുന്നു. അവരുടെയൊക്കെ തൊണ്ടയിൽ ഒരിറ്റു വെള്ളം പോലും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും മനസ്സിൽ വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ചും തീയും പകയും മാത്രമായിരുന്നു. അലീന ഈ പടിയിറങ്ങി പോകുന്ന ആ നിമിഷം തന്നെ അതോർക്കാൻ പോലും അവർക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെ അലീന പോവാൻ തന്നെ തീരുമാനിച്ചതുകൊണ്ട് ആകെ വിഷമിച്ചിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സഹോദരങ്ങളെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.